ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് നെയ്യും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ പഞ്ചസാര പൊടിച്ചൊന്നും അല്ല എടുത്തിട്ടുള്ളത്, തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ 1 കപ്പ് മൈദാമാവ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് നോക്കാം. അതിനുശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും മൈദാമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ മൈദാമാവും നെയ്യും വെള്ളവും കൂടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി മൈദാമാവ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 കപ്പ് മൈദാമാവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്ന് കുഴച്ച് നോക്കുക. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകമായി എന്നുണ്ടെങ്കിൽ ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും മൈദാമാവ് ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദാമാവ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദാമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പൊടിയൊന്ന് ആദ്യമേ ഒന്ന് തൂക്കി കൊടുക്കണം. അതിനുശേഷം വേണം അതിന് മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. തീരെ കനം കുറഞ്ഞ് പോകരുത്. കുറച്ച് കട്ടിയോടുകൂടി തന്നെ വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഹാർട്ട് ഷേപ്പിലെ കട്ടറുണ്ട്. അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ കത്തി കൊണ്ട് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തേക്കുന്നതെല്ലാം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മാവ് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ വേണം എടുക്കാൻ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. 2-3 തവണ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 2-3 തവണ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നല്ല ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. സ്റ്റൗ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമെല്ലാം പെട്ടെന്ന് തന്നെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും. എന്നാൽ ഉള്ളിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്